നമ്മൾ എല്ലാവരും തന്നെ ഇന്ന് നോമ്പിലൂടെയും ഉപവാസത്തിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ നോമ്പ് അല്ലെങ്കിൽ ഉപവാസം? വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചനയാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുമെന്നാണ് നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ എല്ലാം ഉള്ളിൽ കിടക്കുന്ന വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ രൂപം കൊണ്ട ഒരു മനുഷ്യനുണ്ട്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന എല്ലാ തിന്മകളിൽ നിന്നും നമ്മൾ യഥാർത്ഥത്തിൽ മോചിതരാകി തീരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു നോമ്പിലൂടെ കടന്നു പോകുന്ന വ്യക്തികളായി തീരുന്നത്. അതല്ലാതെ പലപ്പോഴും മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുന്നത് കൊണ്ടോ നമ്മൾ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുന്നത് കൊണ്ടോ ഒന്നും കഴിക്കാതെ ഇരിക്കുന്നത് കൊണ്ടോ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടോ നമ്മൾ യഥാർത്ഥത്തിൽ നോമ്പെടുക്കുന്ന ഒരു വ്യക്തിയായി തീരുന്നില്ല. യഥാർത്ഥത്തിൽ നാം നോമ്പെടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വഞ്ചന നിറഞ്ഞ കലുഷിതമായി കിടക്കുന്ന ആ മനുഷ്യനെ നമ്മൾ പൂർണ്ണമായും, അതായത് നമ്മുടെ ഹൃദയത്തെ നാം പൂർണ്ണമായും വെടിപ്പാക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു നോമ്പെടുക്കുന്ന വ്യക്തിയായി തീരുന്നത്. ഇത് തന്നെയാണ് ഏഷ്യാ പ്രവാചകനിലൂടെയും ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങളുടെ എല്ലാ വഞ്ചന നിറഞ്ഞ കെട്ടുകളും നുഖങ്ങളും ഒടിക്കുകയും നിങ്ങൾ എല്ലാത്തിൽ നിന്ന് മോചിതരാകുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും വിശക്കുന്നവനുമായി ആഹാരം പങ്കുവെക്കുക, ഭവനരഹിതനെ വീട്ടിൽ വിളിക്കുക, നഗ്നനെ ഉടുപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളൊരു നോമ്പെടുക്കുന്ന വ്യക്തിയായി ചേരുന്നത്. നിർഭാഗ്യവശാൽ ഇന്ന് പലപ്പോഴും ഇതൊന്നും നാം ചെയ്യാതെ ഭാഗികമായ ആചാര അനുഷ്ഠാനങ്ങൾ മാത്രം ചെയ്തിട്ട് നാം നോമ്പെടുക്കുന്നവരായി മാറുക. അതാണ് ഏഷ്യാ പ്രവാചകനിലൂടെ ദൈവം ഓർമ്മപ്പെടുത്തിയത്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ, എന്തുകൊണ്ട് ഞാൻ ഇത്രയേറെ നോമ്പെടുത്തിട്ടും എൻ്റെ പ്രാർത്ഥന നീ സ്വീകരിക്കുന്നില്ല എന്ന്. സ്നേഹമുള്ളവരെ, നമ്മുടെ നോമ്പ് അത് പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കലുഷിതമായ പഴയ മനുഷ്യനെ നാം പൂർണ്ണമായും നീക്കിക്കളയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു നോമ്പായി തീരുന്നത്. മത്സ്യമാംസാദികൾ വർജിക്കുന്നത് കൊണ്ട് മാത്രം യഥാർത്ഥത്തിൽ അത് നോമ്പിൽ എത്തിച്ചേരുന്നില്ല. ഇതിനോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സകല തിന്മകളുടെയും കെട്ടുകളെ നാം പൊട്ടിക്കുകയും നമ്മുടെ ഹൃദയത്തെ വെടിപ്പാക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ നോമ്പെടുക്കുന്ന വ്യക്തിയായി തീരുന്നതും ദൈവത്തിന് സ്വീകാര്യമായ നോമ്പായി തീരുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.